ജോസഫിനോട് ഞാൻ പറഞ്ഞല്ലേ എന്നത് നമുക്ക് പോണോന്ന്. എങ്ങോട്ട്? എത്രയായാലും ഞാൻ പറഞ്ഞ കാര്യത്തിന് കൊണ്ടുപോയില്ലെങ്കിൽ എനിക്ക് സങ്കടാവുന്ന അറിയത്തില്ലേ? എന്ത് കാര്യം നീ പറഞ്ഞേ? പല കാര്യങ്ങളും ഞാൻ പറയാറുണ്ട്, ഒന്നും ചെയ്യാറില്ല. പറ്റുമോ? എനിക്കറിയാം, എനിക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുതരാൻ പറ്റണോ? ചില സമയങ്ങളിൽ വളരെ കൊച്ചുകുട്ടികളുടെ എല്ലാ ആക്ടിവിറ്റീസ് ഉണ്ട്, അവർക്ക് ഒന്നും മനസ്സിലാവത്തില്ല. ചില സമയങ്ങളിൽ അവള് ഇന്റലിജൻസ് സംസാരിക്കും. ഒരു കാലഘട്ടത്തിൽ അമ്മ മരിച്ചുപോയി, പിന്നീട് മോളിലേക്ക് ഈ ആത്മാവ് കയറും. യക്ഷിയായിട്ടും അഭിനയിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് ചെയ്ത് യക്ഷിയുടെ കഥാപാത്രം കൊന്ത പിടിച്ചെന്ന് കണ്ട ആളാണ്. അതായത് ആള് തന്നെ യക്ഷിയായിട്ട് അഭിനയിക്കണം. ടി വി വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി 9:30 മണിക്ക് സംഭവം യക്ഷി ഇറങ്ങും. ആ സമയത്ത് ഇങ്ങനെ നോക്കുമ്പോൾ കഥയുടെ കൂടെ ഇങ്ങനെ നോക്കിട്ടെ കാണും, ആൾക്ക് തന്നെ ആളെ കാണുമ്പോൾ പണ്ട് പറഞ്ഞേ ശരിക്കും ചോറിനോട് നമ്മൾ സലാഡ് കഴിക്കണം. എന്റെ അമ്മ സലാഡ് സലാഡാണ് നല്ലതെന്ന് പിന്നെ മനസ്സിലായി അവർക്ക് അത് ഉണ്ടാക്കാൻ അർത്ഥം. അപ്പോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഇഷ്ടമുള്ള ആൾക്കുണ്ടാക്കാൻ അറിയാം. അതുപോലെ ഫിഷ് ഒക്കെ ആണെങ്കിൽ ക്രാബില്ലേ, ക്രാബ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ് കഴിക്കാൻ. അതായത് അത്ര ക്ഷമ വേണം. അങ്ങനെ ഏറ്റവും ടാസ്കുള്ള ഇതുള്ള സാധനം ഈസി ആയിട്ട് ചെയ്യും. അതാണ് ലൈഫ് ഇത്ര ഈസി ആയിട്ട് കൊണ്ടുപോകുന്നത്. ലൈഫ് ഈസി ആയിട്ട് കൊണ്ടുപോകുമ്പോൾ എന്റെ ഒരു ക്ഷമ കൊണ്ട് അതെനിക്ക് മനസ്സിലായി. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. ലിയോൺ പൊതുവെ സ്റ്റെഫിയുടെ എല്ലാ സീരിയൽസും കാണുന്ന ആളാണോ എന്ന് എനിക്ക് അറിയില്ല. അരയന്നങ്ങളുടെ ഒരു വീടിനകത്ത് ഒരു ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാല് എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി ഇപ്പത്രത്തോളം ഇപ്പത്തെ ഈ ഒരു മൊത്തത്തിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അതിനകത്തെ സെയിം ക്യാരക്ടർ തന്നെയാണ്. ഭയങ്കര ഒരു നോട്ടി ആയിട്ടുള്ള ഒരു കുട്ടി അങ്ങനത്തെ ഒരാളാണോ? കുറച്ച് ഒരു ഇപ്പൊ ഈ ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം കുറച്ച് ഇങ്ങനത്തെ ഒരു നോട്ടി നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സ്റ്റെഫിയാണ്. എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടറും റിയൽ സ്റ്റെഫിയും തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണെന്ന് എനിക്കിപ്പോ കാണുമ്പോൾ തോന്നുന്നുണ്ട്. അല്ല തീർച്ചയായിട്ടും, കാരണം അത് എനിക്കൊരു പക്ഷേ അതിന്റെ റൈറ്റർ മുമ്പേ അറിയാവുന്ന ആളാ. അതുകൊണ്ടാണ് ആ ക്യാരക്ടർ ലില്ലിക്കുട്ടി എന്നാ ക്യാരക്ടറിന്റെ പേര്. അപ്പൊ വിളിച്ചപ്പോ അതിനകത്ത് ചെയ്ത സംഭവമൊക്കെ അത്യാവശ്യം കാണിക്കുന്നത് തന്നെയാണ്. എനിക്ക് തോന്നുന്ന ഒരു പരിധിയിൽ ഇപ്പൊ ഞാൻ കല്യാണത്തിന് ശേഷമാണ് കുറച്ചുകൂടെ ഒതുങ്ങിയത്. അല്ലെങ്കിൽ ആൺകുട്ടി തന്നെയായിരുന്നു അതിനകത്ത്. അപ്പൊ ആ ഒരു കളി സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ശരിക്കും നല്ലൊരു റീച്ച് ആയ ഒരു ക്യാരക്ടറാണ്. പുള്ളിക്കാർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, നിന്ന് കൊടുത്താൽ മതിയായിരുന്നു. അതെ, എനിക്കും ഭയങ്കര ഈസി ആയിരുന്നു. കാരണം അതില് അഭിനയിക്കേണ്ടിയേ വന്നിട്ടില്ല. കാരണം കുറെയൊക്കെ എന്റെ സിമിലാരിറ്റി ഉണ്ട്. പക്ഷെ അതിനകത്ത് സ്റ്റെഫി അല്ല ഡബ് ചെയ്തെന്നാണ് എനിക്ക് മനസ്സിലായത്. ദേവി ചേച്ചി ചെയ്തത്. അതെന്ത് പറ്റി അങ്ങനെ? അതൊന്നും അല്ല, നമുക്ക് ഈ ഇത്രയും ഷൂട്ടിംഗ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ ഒരു എപ്പിസോഡ് കിട്ടിയില്ല, അവർക്ക് നാളെ ടെലികാസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ രാവിലെ 6 മണിക്ക് പോയിട്ട് 7 മണിക്ക് ഷൂട്ട് തുടങ്ങി 10:30 ആയിരിക്കും കഴിയുക. പിന്നെ ആ 10:30 ഞാൻ പോയിട്ട് ഡബ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് എനിക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല, കാരണം ടൈമും കിട്ടത്തില്ല. അപ്പൊ ഞാൻ ടയേർഡ് ആവോ അങ്ങനെ എന്തെങ്കിലും വന്നാലും ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ജലദോഷം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിൽ നല്ല ഭദ്രമായിട്ട് ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവരത് ത്രൂ ഔട്ട് ചെയ്തോളൂ. ഇപ്പോഴും അത് വേറെ ആളാ ചെയ്യുന്നത്, അല്ലാതെ നമുക്ക് പറ്റത്തില്ല. അപ്പൊ എനിക്ക് ഇതുപോലെ ഒരു സീരിയലിൽ ഡബിൾ റോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും എന്നോട് ചെയ്യാം, എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിട്ട്. എന്നെ ആദ്യം ഡബിംഗ് ഒക്കെ ചെയ്യിപ്പിച്ച് പഠിപ്പിച്ചെന്ന ഒരാളാണ് കേട്ടോ. സിനിമയില് ഞാനാ ഡബ് ചെയ്തത്. അഗ്നിമുദ്ര എന്ന് പറയും ഏഷ്യനെറ്റില്. അഗ്നിമുദ്രക്കകത്ത് അമ്മയുമാണ് മോളുമാണ്. ഒരു കാലഘട്ടത്തിൽ അമ്മ മരിച്ചുപോയി, പിന്നീട് മോളിലേക്ക് ഈ ആത്മാവ് കയറും. യക്ഷിയായിട്ടും അഭിനയിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് ചെയ്ത് യക്ഷിയുടെ കഥാപാത്രം കൊന്ത പിടിച്ചെന്ന് കണ്ട ആളാണ്. അതായത് ആള് തന്നെ യക്ഷിയായിട്ട് അഭിനയിക്കണം. ടി വി വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി 9:30 മണിക്ക് സംഭവം യക്ഷി ഇറങ്ങും. ആ സമയത്ത് ഇങ്ങനെ നോക്കുമ്പോൾ കഥയുടെ കൂടെ ഇങ്ങനെ നോക്കിട്ടെ കാണും, ആൾക്ക് തന്നെ ആളെ കാണുമ്പോൾ അത് നമ്മൾ ഓർക്കുവോ? ഇപ്പൊ വീട്ടിൽ ചെന്നിരിക്കുമ്പോ നമ്മൾ എന്താ ക്യാരക്ടർ ആയിട്ടാണോ ഇരിക്കുന്നത്? അല്ലല്ലോ, അതിന് പേടിച്ചിട്ട് ഞാൻ പേടിക്കൂല. നമ്മളൊക്കെ ചെയ്ത സീരിയലാണ് അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ഇത് എന്നൊക്കെ സംബന്ധിച്ച് ഇപ്പൊ ഇവിടെ കഴിഞ്ഞു, ഇത് കഴിഞ്ഞ് ഞാൻ വിട്ടു. ഇപ്പൊ ഇരിക്കുമ്പോ ഓക്കെ, ഇപ്പൊ എന്നെ നിങ്ങൾ ആർട്ടിസ്റ്റ് ആയിട്ട് വിളിക്കണോ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ആയിട്ടൊക്കെ വിളിച്ചു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, ഇത് കഴിഞ്ഞ ഇത് വിട്ടു, പിന്നെ എന്തോ ഓർമ്മ. അതിനകത്ത് യക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് യക്ഷി വെള്ള സാരി എടുത്തൊന്നുമില്ല, കളർഫുൾ സാരി കൊടുത്താ വരുന്നത്. അപ്പൊ രാത്രി ആകുമ്പോൾ യക്ഷി കയറും. യക്ഷി കയറുമ്പോൾ ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്, സ്ഥിരം ഒരു തീമാണ്. ആ മ്യൂസിക് കയറുമ്പോഴാണ് സാധനം യക്ഷിയായിട്ടും പറഞ്ഞു. അങ്ങനെ റോഡിൽ കൂടെ ഒക്കെ ഇറങ്ങിയപ്പോൾ ആൾക്കാരെ കൊല്ലാനൊക്കെ പോണ സംഭവം. ആ മ്യൂസിക് കേൾക്കും ചെയ്യും ഒത്തിരിക്കും. സ്റ്റെഫി തന്നെയാണ് വരുന്നത് അതിനകത്ത്.
ചെവിതിരിഞ്ഞ് കാണുന്നു, സൗണ്ട് പേടിക്കുക. നമ്മളും ചിലപ്പോ പറയാറുണ്ട് കണ്ണാടിയിൽ അധികം നോക്കി സ്വയം നോക്കി പേടിക്കും എന്നൊക്കെ നമ്മൾ മറ്റുള്ളവരെ കളിയാക്കുന്ന പോലെ. ഇതിപ്പോ സ്വന്തം അഭിനയിച്ച സീരിയല് സത്യമാണ്. അത് ചില സമയങ്ങളിൽ നമുക്ക് തന്നെ പേടിയോ, ഞാൻ ഇത് ദൈവമേ ഞാൻ ഇത് എങ്ങനെ ചെയ്തു. അഭിനയം ആലോചിച്ച് നോക്കിയേ. അങ്ങനെയല്ല, അത്രയ്ക്ക് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, എന്നാലും നമുക്ക് സ്വതവേ എനിക്ക് പ്രേതപ്പടമൊക്കെ കാണാൻ ഭയങ്കര പേടിയാണ്. ഞാൻ ആരെങ്കിലും ഒക്കെ കൂട്ടിയിരുത്തും, എന്നിട്ട് ഈ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എല്ലാരും ഇരുത്തും. അതിപ്പോ എല്ലാരും ലൊക്കേഷനിലാണെങ്കിൽ ഞങ്ങൾ പടം കാണാൻ എല്ലാരും കൂടെ അങ്ങ് നിരന്നിരിക്കും, എന്നിട്ട് നടുക്ക് ഇരുന്നിട്ട് ഇങ്ങനെ കാണും. ഓ പേടി 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 ഇങ്ങനെ കാണുന്നത്. അതാ അപ്പൊ ഡബിങ്ങിന്റെ ആയിരുന്നു പറഞ്ഞ, അപ്പൊ അതാണ് അതിന്റെ കാര്യം കേട്ടോ. അതുകൊണ്ടാണ് അപ്പം ഡബ്. പക്ഷേ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ചാലഞ്ച് എടുക്കണം അല്ലെങ്കിൽ ഞാനിപ്പോ ഇടയ്ക്ക് എന്റെ ഡബിങ് ആർട്ടിസ്റ്റിന് ജലദോഷമൊക്കെ വരുമല്ലോ, അപ്പൊ ഞാൻ പോയി ചെയ്യാറുണ്ട്. പക്ഷെ അതപ്പോ ശരിക്കും അത് ആ ക്യാരക്ടറിനെ ബാധിക്കില്ലേ? ആക്ച്വലി എല്ലാവരും പേഴ്സണലി എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ് ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷെ എന്റെ ഒരു ചെറിയ സാഹചര്യം പൊതുവെ സംഭവം എന്താണെന്നറിയോ, ഇതൊരു ഒരു മെക്കാനിക്കായിട്ട് പോകുന്ന സംഭവമാണ് സീരിയല്. അത് ഇങ്ങനെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നു, ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അത് വേറെ സ്ഥലത്ത് പ്രോസസ് ചെയ്ത് തന്നെ പൊക്കോണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും രാവിലെ മുതൽ വൈകിട്ട് 9 മണി 10 മണി ഷൂട്ട് ചെയ്തിട്ട് പോയി ഡബ് ചെയ്യാൻ പറ്റില്ല, പ്രായോഗികമല്ല. കാരണം പ്രത്യേകിച്ച് ഹീറോയിനെ സംബന്ധിച്ച് മറിച്ച് ക്യാരക്ടർ റോൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് 15 ദിവസം സ്കെഡ്യൂളിൽ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നടക്കൂല. അപ്പൊ ഇപ്പൊ ഇങ്ങനെയുള്ള ദേവി പോലുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർ റെഡിയാ. ഈ എല്ലാ സീരിയൽസും തന്നെ ആദ്യത്തെ ഒരു 15 ഡേയ്സ് അല്ലേ ഉള്ളൂ. അതിനുശേഷം പിന്നീട് ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാനുള്ള ഒരു സിസ്റ്റത്തിലേക്ക് വരുവാണെങ്കിൽ, ഇതിപ്പോ എടുക്കുക അപ്പൊ തന്നെ എയർ ചെയ്യുക, ആ ഒരു വരുവാണെങ്കിൽ ഓക്കെയാ, നമുക്ക് ചെയ്യാം. പിന്നെ സുഖമായിട്ട് അങ്ങനെ ചെയ്ത് നമുക്കിപ്പോ അടുത്ത മാസത്തേക്കുള്ളത് ഇപ്പൊ പ്രീവിയസ് തന്നെ എല്ലാം എഡിറ്റ് ചെയ്തെല്ലാം ആക്കി ഒരു 10 എപ്പിസോഡില് 15 എപ്പിസോഡ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് പോയിരുന്ന് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് ഇതൊക്കെ നോക്കി ചെയ്യും. ഇതും അങ്ങനെയല്ല. ഇതിപ്പോ ഞാൻ അല്ലാതെ തന്നെ ഇപ്പം ചില സമയങ്ങളിൽ എനിക്ക് ഡബിങ് ആർട്ടിസ്റ്റുള്ള സമയം ഞാൻ പോകാറുണ്ട്. സ്റ്റുഡിയോയിൽ പോയിരുന്നു പെട്ടെന്ന് ചെയ്തോ എന്ന് പറയും. നമ്മള് ചെയ്യുമ്പോ ചെയ്തു, നമുക്ക് അത്രേ ഉള്ളൂ. അതാണ് സംഭവം. ഈ സ്റ്റെഫി സിനിമയിൽ വരികയാണെങ്കിൽ തന്നെ ആദ്യം ചെയ്തത് TV ചന്ദ്രൻ സാറിന്റെ പടം, അതിലേക്ക് എങ്ങനെയാ എത്തിയതും? എത്തിയത് ഞാൻ +2 പഠിക്കുമ്പം NCC ഉണ്ടായിരുന്നു. NCCയിൽ നാഷണൽ ലെവലില് കേരള നടനത്തിന് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി, നാഷണൽ വിന്നറായി ഒരു അവാർഡൊക്കെ കിട്ടിയിരുന്നു. അപ്പൊ അത് ത്രൂ ഇങ്ങനെ TV ചന്ദ്രനെ കണക്ട് ചെയ്തതാണ്. കാരണം എന്റെ പപ്പയുടെ ഫ്രണ്ടാണ് അങ്കിള്. ആ ഒരു കണക്ഷനിൽ അങ്ങനെ ഒരു ഗുജറാത്തി കുട്ടിയെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഇതൊക്കെ ഉണ്ട്. അങ്കിള് പടമൊക്കെ ചെയ്യും. എനിക്ക് പിന്നെ അങ്ങനെ ഇതൊന്നും താല്പര്യം ഉണ്ടായിട്ട് അങ്ങനല്ല, പെട്ടെന്ന് ഇങ്ങനെ അപ്പൊ പപ്പ പറഞ്ഞു നമുക്ക് പോയി ചെയ്യാം. അപ്പൊ എന്നെ വിളിച്ചു, ഓക്കെ പോയി, അങ്ങനെ പോയി ചെയ്ത. കോഴിക്കോട് അല്ല, എന്നോട് ചോദിക്കായിരുന്നു അന്ന് അത് ഇങ്ങനെ തട്ടൊക്കെ ഇട്ടിരിക്കുമ്പോ ശരിക്കും മലയാളി തന്നെയാണോ നോക്കി. അവിടെ കിടന്ന് കറക്റ്റ് മലയാളല്ലേ പിന്നെ എന്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ. അതിനുശേഷം പക്ഷെ ഞാൻ നാനയിലൊക്കെ കണ്ടെന്ന് വെച്ചാൽ ലിയോന്റെ ലൈഫിലേക്കാണ് എന്താ പറയാ സ്റ്റെഫി വന്നത്. ആ ഒരു ലൈഫിലൂടെ തന്നെയാണ് ജീവിതത്തിലേക്ക് കടന്നെന്ന് പറഞ്ഞൊരു റൈറ്റപ്പും കാര്യങ്ങളും ഒക്കെ വന്നില്ലേ? അതിപ്പോ സംഭവം അതെല്ലാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ലിയോൺ അതൊന്ന് ക്ലിയർ ആക്കി തരണം. അന്ന് വായിച്ച ഈ ഒരു സിനിമ ഈ ഒരു ഡയറക്ടർ ഇങ്ങനെ സംവിധാനം ചെയ്തതിന് ശേഷം ആണ് ഇങ്ങനെ വന്നത്. ആ ഒരു റൈറ്റപ്പിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ക്യാപ്ഷനിൽ നിന്നും അങ്ങനെ കുറെ മിസ്ഗൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. പലരും അങ്ങനെ വിചാരിച്ചു. കാരണം എന്താ അറിയോ, അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ആള് ഇപ്പൊ ചന്ദ്രസാറിന്റെ പടം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഫുള്ള് ഡാൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ടൈമാണ്. ആ സമയത്താണ് എനിക്ക് ഈ പറഞ്ഞ ഒരു കരാട്ട പഠിച്ച പെൺകുട്ടിനെ ആവശ്യമുണ്ട് ഒരു മ്യൂസിക് ആൽബം ചെയ്യാൻ വേണ്ടി. അങ്ങനെയാണ് ഞാൻ സ്റ്റെഫിനെ പരിചയപ്പെട്ടത്. കരാട്ട അറിയാവുന്ന ഒരാൾ. അപ്പൊ അങ്ങനെയൊക്കെ വന്നു. പിന്നീട് ഞാനാണ് ഈ പറഞ്ഞ പോലെ മിസ് കേരളയിലൊക്കെ ഞാൻ പങ്കെടുപ്പിച്ചു. അങ്ങനെയൊക്കെ വന്നത്. അപ്പൊ അങ്ങനെ വന്ന് അപ്പൊ നമ്മുടെ ഒരു പരിചയം എന്ന് പറഞ്ഞാൽ അത്രയും കാലത്തെ പരിചയങ്ങളുണ്ട്. പിന്നീട് സീരിയൽ ചെയ്യുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇടയ്ക്കാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. സിനിമയ്ക്ക് പേര് ലൈഫ് എന്ന് വന്നു. സിനിമയ്ക്കകത്ത് എന്റെ പ്രൊഡ്യൂസർക്ക് ഒറ്റ നിർബന്ധമുള്ള എന്റെ സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ വൈഫ് കട്ട ഫാന സ്റ്റെഫിന്റെ. പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്, താങ്കൾ എന്ത് വേണം ചെയ്തു, സിനിമ ചെയ്തു കുഴപ്പമില്ല, പക്ഷെ ഏത് സിനിമ ചെയ്താലും ആ കുട്ടിയായിരിക്കും നായിക. കാരണം അദ്ദേഹത്തിന്റെ വൈഫ് ഓൾറെഡി ആളുടെ ഫാനാണ്. അപ്പൊ ഉറപ്പായിട്ടും സിനിമ ചെയ്തോ ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ ആ കുട്ടിയാവണം നായിക. നായകൻ ആരായാലും കുഴപ്പമില്ല. അന്ന് ഈ സമയത്ത് മനസ്സ് വീണാന്നൊക്കെ പറഞ്ഞ സീരിയല് അഗ്നിമുദ്ര 2 എണ്ണം റിയൽ ടൈമിൽ പോയിക്കൊണ്ടിരിക്കുക 2 ചാനലില് ഹീറോയിനായിട്ട്. അപ്പൊ അവരൊക്കെ സൗദിയിലാണ്. അവർ കണ്ടുകൊണ്ട് സിനിമ കാണാറില്ല, കൂടുതലും സീരിയൽസ് ആയും കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പുള്ളിക്കാരെ ചുരുട്ട മുടിയുള്ള വെച്ച് അത് വേണമെന്നുള്ളത്. അങ്ങനെ ഈ എന്റെ സുഹൃത്തിനെ കണക്ട് ചെയ്യുന്നു. ഒരു പടം പുള്ളി അദ്ദേഹം ഒരു കഥ പറയണം. ആ കഥ ഞാൻ അതിനൊരു സ്ക്രീൻ പ്ലേ ഒക്കെ ആക്കി. ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ആ കുട്ടി അയക്കണം നായിക. ശരി ആയിക്കോട്ടെ, അങ്ങനെയാണ് വന്നത്. അങ്ങനെ അതിന് പടത്തിന് പേര് ലൈഫ് എന്ന് ഇട്ടു. പിന്നീട് പടം ഇറങ്ങി 3 മാസം കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിഞ്ഞു.
അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവരും എഴുതി ലൈഫിലൂടെ ഒരു ലൈഫ് അതാണ് അങ്ങനെ ഒരു സത്യത്തിൽ ആ പടത്തിന്റെ പേര് വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു. ശരിക്കും അത് അവർക്ക് കറക്റ്റ് ഒരു ക്യാപ്ഷൻ ഇടാൻ പറ്റുന്നതുകൊണ്ടാണ് നിങ്ങൾ അത് ഇടാൻ. അത് മീഡിയയെ സംബന്ധിച്ച് അങ്ങനെയല്ലോ, മീഡിയ കറക്റ്റായ വിവരങ്ങളല്ലോ അന്വേഷിച്ചത്, ഒരു ഊഹം വെച്ചൊക്കെ തട്ടും മീഡിയ. അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് വിഷമം തോന്നിയത് എല്ലാ മീഡിയയും അങ്ങനെയല്ല, അങ്ങനെയല്ല. ഞങ്ങളുടെ മീഡിയ സത്യമായിട്ട് അതല്ലേ മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് വേറെ വശം. ഞാൻ പറഞ്ഞ മീഡിയ അല്ല പൊതുവെ എനിക്ക് മനസ്സിലായി നമ്മൾ പറയുന്നതിനകത്ത് പ്രിന്റ് മീഡിയയിലാണെങ്കിലും വേറൊരു ഇതിലേക്കാണ് അത്. ചിലതൊക്കെ വായിച്ച് നമുക്ക് ചിരി വരും. ആ ഒരു മാഗസിനൊക്കെ ചിലത് ഇപ്പോഴും എന്റെ ഇരിപ്പുണ്ട്, അയ്യോ അതിനകത്ത് എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നത് ചിരിച്ചു. എനിക്ക് തന്നെ ഞങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ട്. ഞങ്ങൾ പറഞ്ഞ നമ്മുടെ ഇന്റർവ്യൂ ഒന്ന് എടുക്കും, നമ്മൾ പറയും പറഞ്ഞ കാര്യങ്ങളേ ആയിരിക്കില്ല. ആ റിപ്പോർട്ടർക്ക് എന്തൊക്കെ തോന്നിയോ അതേ അവരുടെ കാവ്യഭാവനയിലും മറ്റേതൊക്കെ വെറുതെ കുറെ അതിനകത്ത് ആഡ് ചെയ്ത് കുറെ കേറ്റും. ശരി, ഇനി ലിയോൺ എന്ന് പറഞ്ഞൊരു ഡയറക്ടർക്ക് ഇങ്ങനെ ആ ചേച്ചി അവര് ഇങ്ങനെ പറഞ്ഞല്ലോ, ഓക്കെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഈ കുട്ടി തന്നെ നായികയായിരിക്കണം. അപ്പൊ വിചാരിച്ചു, ഓ ഇവൾക്ക് അത്രയും എന്താണോ ഇവളെ കൊണ്ട് അങ്ങനെ പറ്റും? അങ്ങനെ ഒരു ഡയറക്ടറിന്റെ കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു? അല്ല ഒരു പരിധി വരെ ചിന്തിച്ചു, കാരണം അവളെ കൊണ്ട് പറ്റുമെന്ന് സംശയമായിരുന്നു. കാരണം ആ ക്യാരക്ടർ അല്പം വേറൊരു ടൈപ്പാ. പുള്ളിക്കാരി ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ചെയ്യിപ്പിച്ചെടുക്കാം, മനസ്സുണ്ടെങ്കിൽ ചെയ്യിപ്പിക്കാം നമുക്ക് ആരെ കൊണ്ട്. ഒരു മനസ്സ് തരണം, ഇങ്ങോട്ട് ബോഡി വിട്ട് തരണം, എനിക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ? കാരണം വളരെ ഡീപ്പായിട്ട് നല്ലൊരു ക്യാരക്ടറാണ് മീനാക്ഷി എന്നൊരു ക്യാരക്ടർ. പക്ഷെ വന്നു ഈ പറഞ്ഞ പോലെ പറഞ്ഞു കൊടുത്തു. അതിനകത്ത് പടം ഫുൾ ഡബ് ചെയ്തേക്കുന്ന ആൾ തന്നെയാണ്. കാരണം ആൾക്ക് സമയം കൊടുത്താൽ വൃത്തിക്ക് ചെയ്യും. അതൊന്നും ഇപ്പൊ ചെയ്യുന്ന നടക്കത്തില്ല. അപ്പൊ ഞാൻ കൂടെ ഇരുന്ന് സാധനം ചെയ്യിപ്പിച്ച് ഫുൾ ഡബ് ചെയ്തു. കുഴപ്പമില്ല, ആ ക്യാരക്ടർ ചെയ്തു. സ്റ്റെഫിക്ക് അത് ഈ പറയുന്ന പോലെ ഡയറക്ടർക്ക് വന്നൊരു ഡൗട്ട് സ്റ്റെഫിക്ക് വന്നിരുന്നോ ആ കഥ എത്തിയപ്പോ? സത്യത്തിൽ അന്നൊന്നും എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. ഒന്നും മനസ്സിലായിട്ടില്ല. പിന്നെ എങ്ങനെയാ അത് കമ്മിറ്റ് ചെയ്തത്? ആ സിനിമയിലെ കമ്മിറ്റ് ചെയ്തത്? അല്ല, ഞങ്ങൾ ഓൾറെഡി പരിചയമുണ്ടല്ലോ. അതെ, പിന്നെ പ്രൊഡ്യൂസറിനെ എനിക്കറിയാം, ചേച്ചിനെ എനിക്കറിയാം, രണ്ടുപേരെയും എനിക്ക് അറിയുന്നതാണ്, ഞങ്ങളെ ഫാമിലി സുഹൃത്തുക്കളാണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അപ്പനും അമ്മയും പറഞ്ഞ കുഴപ്പമില്ല ചെയ്തോളാൻ. സത്യത്തിൽ സംഭവം ഞാൻ പറയാം, അതായത് ഇദ്ദേഹമാണ് കൂടുതൽ സംസാരിക്കുന്നത്. സംഭവം പല ഇന്റർവ്യൂസിനും എന്നെ നിർബന്ധിക്കും വരാനായിട്ട്. നിങ്ങളല്ല, സംഭവം അറിയോ, ഇട്ടുതരും എനിക്കിങ്ങോട്ട്, ഞാൻ പറഞ്ഞോളൂ. ഞാൻ ഇങ്ങനെ വായി ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിയാണ്. ആള് ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ചില സമയത്ത് ഇങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരിപ്പുണ്ടാവും. നമ്മളിങ്ങനെ പോകും, കഥയെല്ലാം മാറിപ്പോ. അപ്പൊ ഇത് പൊതുവെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആളുടെ ഒരു ജീവിതശൈലി എന്ന് പറഞ്ഞാൽ അച്ഛൻ അമ്മ നടുക്ക് ഇരിക്കുന്നു. ഇവിടെ നിങ്ങൾ അമ്മ ചോറ് കൊടുക്കും, അച്ഛൻ ഇവിടുന്ന് വെള്ളം കൊടുക്കും. ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാ. അപ്പൊ അവരെന്ത് പറയണോ അത്. ബൈ ചാൻസ് വന്നിട്ട് ഇപ്പോൾ തലവേന വരുമ്പോൾ വായിക്കകത്തേക്ക് ഒരു മരുന്ന്, ഒരു ടാബ്ലറ്റ് ഇട്ട് കൊടുക്കും. അതിന്റെ നിറം കറുപ്പാണോ മഞ്ഞാണോ ഒന്നും അറിയില്ല, അതിന്റെ പേരറിയില്ല. പിന്നീട് സുപ്രഭാതത്തിൽ തന്നെത്താനെ കഴിക്കണം വരുമ്പോഴത്തേക്കിന് ഒരു ഐഡിയ ഇല്ല എന്താണ്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, ഗുളിക കൊടുക്കുന്നു, അങ്ങനത്തെ ലൈഫാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പല പ്രൊജക്ടുകളൊക്കെ വരുമ്പോഴത്തേക്കിന് അവര് പറയുന്നു, ഓക്കെ പോലീസായാലും കുഴപ്പമില്ല, രാജാവായാലും കുഴപ്പമില്ല, പുള്ളിക്കാർ ചെയ്യണം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ വന്നപ്പോ എന്നെ വലിയ കാര്യമാണ് വീട്ടില്. അപ്പൊ ഞാൻ ഈ കഥയെ സംഭവം അതൊന്നും വിഷയമല്ല, അങ്ങോട്ട് ചെയ്യുക തന്നെ. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു മെത്തേഡ് ആർട്ടിസ്റ്റ് ആണ്. കാരണം വെച്ചാൽ പുള്ളിക്കാർക്ക് ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് റിക്കവറി വരാൻ ടൈം എടുക്കും. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പം ഒരു ആക്ഷൻ പറഞ്ഞ് കട്ടിനിടയ്ക്ക് വരുന്ന ഒരു സംഭവം അല്ലാണ്ട് അതിലേക്ക് ഇൻവോൾവ് ആവും. അത് ഇപ്പം അരയന്നങ്ങളുടെ ലില്ലിക്കുട്ടിയെ സംബന്ധിച്ച് അലമ്പി ചാടി മറിഞ്ഞ് പെരപ്പുറത്ത് കയറി ചാടുന്ന കുട്ടിയപ്പം അവരുടെ ലൈഫ് അങ്ങനെയായിരുന്നു അവിടെ കുറച്ചു കാലം. പിന്നീട് വളരെ സീരിയസ് ആയിട്ട് ഒരു സംഭവം ചെയ്തു. എഴുത്തുകാരിയോ എന്തോ സംഭവം, അനുരാധ ഭയങ്കര ആക്ടിവിസ്റ്റ് പോലത്തെ ഒരു കഥ. ഫുൾ സ്റ്റൈല് മാറി, ഫുൾ സ്റ്റൈല് മാറി. കണ്ണൊക്കെ എന്നോടൊക്കെ സംസാരിക്കണം, അതായത് ഭയങ്കര ആർഗ്യുമെന്റ് ഒക്കെ. അപ്പൊ ഇപ്പൊ പോയിക്കൊണ്ടിരുന്ന ഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഭാവന ഒരു കഷ്ടപ്പെട്ട് ഈശ്വര ഇത് വല്ല ക്യാരക്ടറും കൊടുക്കണമെങ്കിൽ പേടിയാവൂല. ക്യാരക്ടർ വരുമ്പോ തന്നെ ഇപ്പൊ ലിയോൺ ചോദിക്കും, അല്ല നീ ആദ്യം പോകുന്നതിന് ക്യാരക്ടർ എന്താന്ന് പറഞ്ഞു. ഇനി ആ കഥാപാത്രമായിരിക്കുമല്ലോ ഇപ്പൊ ഈ ചെയ്യുന്ന ഭാവന ഉണ്ടല്ലോ. ഭാവനക്കകത്ത് ഒരു കുടുംബത്തില് ഭയങ്കര ബോൾഡ് നേഴ്സാണ്, സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന സ്റ്റോറി ഓഫ് സർവൈവർ എന്നാ പറയുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ അതിനകത്ത് ഭയങ്കര ലൗഡ് ആയിട്ടുള്ള സംസാരം, അതുപോലെ അടി, ചിലർക്കൊട്ടൊക്കെ പട്ടപ്പട്ട അടിയുണ്ട്, ആഴ്ച 2 അടി ഉറപ്പാണ്. അപ്പോ എന്നോട് എനിക്ക് അടി തരുന്നല്ല പറഞ്ഞേ, പക്ഷെ ഇവളുടെ സംസാര രീതിയൊക്കെ ചില സമയം അങ്ങനെ വരാറുണ്ട്, ഭയങ്കര ലൗഡ് ആകും. നമ്മൾ രണ്ടും ഇവിടെ വണ്ടിക്കകത്തൊക്കെ പറയുന്ന സംഭവം നമ്മൾ ജോസ്മോനെ അത് പറഞ്ഞാൽ മനസ്സിലായിക്കൂടെ എന്താ കുഴപ്പം. അപ്പൊ അതിൽ കിടക്കാം. മാസത്തിൽ 15 ദിവസം ഇതാണല്ലോ ഒരു പരകായമായിട്ട് നമ്മൾ പോയേക്കാണ് ഈ ഭാവനയിലേക്ക്. പിന്നീട് അതിൽ ഇങ്ങോട്ട് റിക്കവർ ചെയ്യണമെങ്കിൽ 25-23 ഒക്കെ ചില സമയങ്ങളിൽ കോമഡി എന്താ അറിയോ, 15 days ഇങ്ങനെ ഷൂട്ട് നടക്കല്ലേ. അപ്പം ചിലപ്പം ലിയോ ചേട്ടൻ ലാസ്റ്റ്
എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരും. അപ്പൊ വരുമ്പോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവില്ല. അപ്പൊ ഞാൻ ഇതിങ്ങനെയൊക്കെ പറഞ്ഞ എന്തെങ്കിലും എന്ന് പറയുമ്പോൾ തന്നെ പറയും പിന്നെ അതൊന്നും നോക്കണം, ഞാൻ ചിലപ്പോൾ ആ ക്യാരക്ടർ ആയിട്ട് തന്നെ ആയിരിക്കും അങ്ങനെയാ പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ ത്രൂ ഔട്ട് എങ്ങനെ പോവല്ലേ, നീ അതീന്നൊക്കെ മാറി വാ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സീരിയൽ മാനസവീണ അല്ലേ? അഗ്നിപുത്രി ആയിരുന്നു ഫസ്റ്റ്. അപ്പൊ മാനസവീണ അത് സെയിം ടൈം തന്നെ രണ്ടും ഒരുമിച്ച് മഴവിൽ മനോരമ അല്ല തുടങ്ങിയത്. അപ്പൊ മഴവിൽ മനോരമ ചാനൽ തുടങ്ങിയപ്പോ തന്നെ തുടങ്ങിയ ഫസ്റ്റ് സീരിയൽ. അപ്പൊ ആ ഒരു പഴക്കമാണ് സീരിയൽ തുടങ്ങിയിട്ടുള്ള ഒരു ഇത്. രണ്ട് പേഴ്സണാലിറ്റി ഉണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാല് വളരെ കൊച്ചുകുട്ടിയുടെ സംഭവം. ചില സമയത്ത് ഏതൊരു പടത്തിൽ ദിലീപ് സത്യത്തിൽ നീ ആരാ, ചില സമയങ്ങളിൽ വളരെ കൊച്ചുകുട്ടികളുടെ എല്ലാ ആക്ടിവിറ്റീസ് ഉണ്ട്, അവർക്ക് ഒന്നും മനസ്സിലാവത്തില്ല. ചില സമയങ്ങളിൽ ആള് ഭയങ്കര ഇന്റലിജന്റ് സംസാരിക്കും. കാരണം ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സാധനം വെച്ചാൽ എന്റെ കൂടെ കൂട്ടുപിടിയിരിക്കുന്നതാണ്. ശരി, അടുത്ത ചോദ്യം. ലിയോണിന് കരിമീൻ കറിയാണോ കരിമീൻ പൊള്ളിച്ചതാണോ അതോ വറുത്തതാണോ കൂടുതൽ ഇഷ്ടം? കരിമീൻ കറി, കരിമീൻ പൊള്ളിച്ചത്, കരിമീൻ വറുത്തത്. ഇതിലേതാ? എന്നിട്ട് വേണം ഇപ്പൊ അപ്പുക്കുട്ടൻ ഒരു കരിമീൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അത് ഉണ്ടാക്കി തരും ഇപ്പൊ. കള്ളി 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 നോക്കി തിരിച്ച് മതി, എഴുതിയത് മതി. കരിമീൻ എഴുതിയുള്ളൂ, എന്നാ ബാക്കി എഴുതണ്ട. ഈ ലിയോൺ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് എഴുതിയാ മതി കേട്ടോ. ഞാൻ അവിടെ നിൽക്കട്ടെ, അതായിരിക്കും കറക്റ്റ്. ലിയോൺ ഇത്രയും സത്യസന്ധമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് ആണ് കള്ളത്തരം കാണിക്കുന്നത്. എന്നാ ഞാൻ തെറ്റി ചെയ്ത എന്താ പറയാൻ വന്നു ലിയോൺ? എന്താ പറയാൻ വന്നു നോക്കട്ടെ. കരിമീൻ വറുത്തത്. ജോസ്മോൻ കാണിക്കോ? ജോസ്മോൻ വറുത്തത് കറക്റ്റ്. എന്നെങ്കിലും കരിമീൻ ഈ ഭാര്യ വറുത്ത് തന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഞാൻ തന്നെ വറുത്ത് കഴിക്കണം. സത്യം നല്ലൊരു കുക്കിംഗ് ആളാട്ടോ, കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ പഠിപ്പിച്ചല്ലേ, എനിക്ക് അങ്ങനെയൊന്നല്ല, എനിക്ക് ഈ നോൺ വെജ് ഒന്നും വലിയ പിടുത്തമില്ല. വെജ് ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളത്, ഞാൻ ചെയ്യാറുണ്ട്. വെജില് ഞാൻ അവിയലും സദ്യക്കൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. വെജ് എനിക്ക് ഇഷ്ടമാണ്, എന്ത് പറഞ്ഞാലും ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ നോൺ വെജിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. പുള്ളി നന്നായിട്ട് കുക്ക് ചെയ്യും. പണ്ട് പറഞ്ഞേ ശരിക്കും ചോറിനോട് നമ്മൾ സലാഡ് കഴിക്കണം. എന്റെ അമ്മ സലാഡ് സലാഡാണ് നല്ലതെന്ന് പിന്നെ മനസ്സിലായി അവർക്ക് അത് ഉണ്ടാക്കാൻ അടുത്ത് വന്നു. അപ്പോ സംഭവം എന്താന്ന് വെച്ചാൽ ആൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാൻ അറിയാം. അതുപോലെ ഫിഷ് ഒക്കെ ആണെങ്കിൽ ക്രാബില്ലേ, ക്രാബ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാ കഴിക്കാൻ. അതായത് അത്ര ക്ഷമ വേണം. അത് വളരെ ഭംഗിയായിട്ട് കഴിക്കും. അത് കഴിക്കും, അതെനിക്ക് കുക്ക് ചെയ്യാൻ അറിയാം, അതെനിക്ക് പൊളിക്കാനൊക്കെ അറിയാം. എന്നാൽ സാധാരണ മനുഷ്യൻ കഴിക്കുന്ന ഒരു അയലമീൻ കൊടുത്താൽ ആൾക്ക് അല്ല കുക്ക് ചെയ്യുന്ന വിടും, കഴിക്കാൻ അറിയത്തില്ല. അങ്ങനെ ഏറ്റവും ടാസ്ക് ഉള്ള സാധനം ഈസി ആയിട്ട് ചെയ്യും. അതാണ് ലൈഫ് ഇത്ര ഈസി ആയിട്ട് കൊണ്ടുപോകുന്നത്. ലൈഫ് ഈസി ആയിട്ട് കൊണ്ടുപോകുന്നപ്പോ എന്റെ ഒരു ക്ഷമ കൊണ്ട് മനസ്സിലായി. അതെന്താ അങ്ങനെ ഒരു വർത്തമാനം ഉള്ള കാര്യല്ലേ പറഞ്ഞത്? ഇത്ര ഒരു കുസൃതി കുട്ടീനെയല്ലേ കൊണ്ടു നടക്കണത്? കുസൃതിയും കുരുത്തക്കേടും. അല്ല, കുഞ്ഞുണ്ടായി കഴിയുമ്പോ അമ്മേനെ വഴക്ക് പറയണോ പിള്ളേരെ വഴക്ക് പറയണോ എന്നാണ് ലിയോൺ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലേ? കുട്ടിയായിരിക്കില്ല, അമ്മയായിരിക്കും ഇതാവുന്നത്. ശരി, അടുത്ത ചോദ്യം. സ്റ്റെഫിക്ക് ഏത് കളർ സാരിയാണ് കൂടുതൽ ഇഷ്ടം? കിട്ടി ഞാൻ നോക്കിയില്ല. നോക്കട്ടെ, ലിയോൺ പറയട്ടെ. പച്ചാ ഗ്രീൻ. നിങ്ങൾ തമ്മിൽ എന്തൊരു അല്ല മനപ്പുറത്താണ്. ഒറ്റ പൊടുത്തുള്ളൂ. ഞാൻ ഇംഗ്ലീഷ് മറ്റേ കേരള സിലബസും അവള് CBSE ആയിരുന്നു. ഞാൻ പച്ച, അവള് ഗ്രീൻ. അത്രേ ഉള്ളൂ. അതേ വ്യത്യാസം. അതെന്താ, നിങ്ങൾ ഫസ്റ്റ് കാണുമ്പം ഗ്രീൻ കളർ സാരിയാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, എന്റെ ഫേവറേറ്റ് കളർ ഗ്രീൻ. ഒന്നുമില്ല. സംഭവം എന്താ വെച്ചാല് അവൾക്ക് ഏറ്റവും കൂടുതൽ ഡ്രസ് ഉള്ളത് പച്ച കളറാണ്, ഗ്രീൻ. ലിയോന്റെ ഫേവറേറ്റ് കളർ എന്താ? ബ്ലൂ. ഇവിടെ ഗ്രീൻ. അങ്ങനെ സംഭവമുണ്ട്. പച്ച ചെരുപ്പ്, പച്ച ഉടുപ്പ്, അങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. പച്ച കമ്മല്, ഭയങ്കര ഇഷ്ടമാണ്. മൈ ഫേവറേറ്റ് കളർ ഈസ് ഗ്രീൻ. ഇനി അടുത്ത ചോദ്യം. സ്റ്റെഫി സാധാരണഗതിയിൽ യുബർ ആണോ അതോ ഓലയാണോ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? എന്തൊക്കെ ചോദ്യമാണെന്ന് നോക്കിക്കേ. ഇത് പ്രൊഡ്യൂസർ ഉബറിൽ യാത്ര ചെയ്തോണ്ടിരുന്നപ്പോൾ കിട്ടിയ ചോദ്യമാണ്. അടുത്തത് എന്ത് ചോദ്യം ഉണ്ടാക്കും? അപ്പോൾ ഉബർ ആണോ ഓലയാണോ? യുബർ ഒന്നുമില്ലേ? അപ്പൊ എന്താ യൂസ് ചെയ്യണേ? എന്നുവെച്ചാ രണ്ടിനും പോവാറില്ലല്ലോ ഞാന്. നീ സാധാരണ ഞാൻ ഇല്ലാത്തപ്പോ അതന്നെയല്ലേ ചോദിച്ചത്. ആ ടാസ്ക് എന്താ? പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറിനെ കുറെ കളിയാക്കിയതാണ് ഇവര്. ഉയർത്തെഴുന്നേറ്റ് നല്ലൊരു ടാസ്ക് തരും. സ്റ്റെഫി, എനിക്ക് അത് കൊള്ളാട്ടാ. ഒന്നുമില്ലെന്ന്. അപ്പൊ നീ എന്താ പോവാ? ഊബറില്. എന്താ ഊബറില്? ഓക്കെ.
അപ്പോൾ ഇതേ പ്രൊഡ്യൂസറിന്റെ വക ടാസ്ക് എന്താണെന്നറിയോ? അഗ്നിപുത്രിയാണ് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് സീരിയൽ എന്ന് പറഞ്ഞില്ല, അഗ്നിപുത്രിയായിട്ട് നല്ല തീപുരിയായിട്ടുള്ള അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്ത സ്റ്റെഫി ഇപ്പോൾ ഇവിടെ ഒരു ദുഃഖപുത്രിയായിട്ട് ആക്ടിംഗ് സെഗ്മെന്റ് ആണ്. ദുഃഖപുത്രിയായിട്ട് ഭർത്താവിനെ നോക്കിയിട്ട് എന്നാലും നിങ്ങൾ എന്നെ പറ്റിച്ചു അല്ലേ, നിങ്ങൾ എന്നെ ചതിച്ചു അല്ലേ എന്നുള്ള രീതിയിൽ അവിടെ ദുഃഖപുത്രിയായിട്ട് ആക്ട് ചെയ്ത് സെഗ്മെന്റ് അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാം. ആണോ? അപ്പൊ ഇതിന്റെ ഒന്നും വേണ്ട, അതവിടെ ഇരുന്നോട്ടെ. നമുക്കിത് ആക്ട് ചെയ്ത ഗിഫ്റ്റ് ഒക്കെ തരുമോ? ആക്ട് ചെയ്താൽ ഇത് പനിഷ്മെന്റ് അല്ലേ ഈ ആക്ടിങ്? ഓക്കെ, എന്താ ഡയലോഗ് എന്താ? അത് ഞാൻ പറഞ്ഞു തരണോ? തന്നെത്താൻ അങ്ങനെ അല്ല, പ്രത്യേകിച്ച് അങ്ങനെ ഡയലോഗുകളൊന്നും ഇല്ല. ദുഃഖപുത്രിയാണല്ലോ, ഭർത്താവ് പറ്റിച്ചു, ചതിച്ചിട്ടിരിക്കുകയാണ് ജോസ്മോൻ. ദുഷ്മൻ എന്റെ മുഖത്തോട് അങ്ങോട്ട് നോക്കിയിരുന്നോണേ, എന്റെ മുഖത്തോട് നോക്കണ്ട. യോഗി ചിരി വരുന്നു. അവിടെ നിക്ക്, പെട്ടെന്ന് ആലോചിക്കട്ടെ. ഒരു ആക്ഷൻ പറഞ്ഞു നിങ്ങൾ പറയത്തുള്ളൂ. ക്യാമറ ഉണ്ടാവും, ആക്ഷൻ പറയാം. ഗ്ലിസറിൻ വേണോ? ജോസഫിനോട് ഞാൻ പറഞ്ഞല്ലേ എന്നത് നമുക്ക് പോണോന്ന്. എങ്ങോട്ട്? എത്രയായാലും ഞാൻ പറഞ്ഞ കാര്യത്തിന് കൊണ്ടുപോയില്ലെങ്കിൽ എനിക്ക് സങ്കടാവുന്ന അറിയത്തില്ല. എന്ത് കാര്യം നീ പറഞ്ഞേ? പല കാര്യങ്ങളും ഞാൻ പറയാറുണ്ട്, ഒന്നും ചെയ്യാറില്ല. പറ്റുമോ? എനിക്കറിയാം, എനിക്ക് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്തുതരാൻ പറ്റണോ? ചതിച്ചിട്ടിരിക്കുകയാണ് ഭർത്താവ്. ഇതായിപ്പോയി, ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ, പെട്ടെന്ന് മാറും. ചതിച്ചിട്ടിരിക്കുക. എന്നോട് അത്രയും ക്രൂവലിറ്റി കാണിക്കണ്ടായിരുന്നു, അത്രയും ദേഷ്യം എനിക്ക് എന്റെ ഉള്ളിലുണ്ട്, അറിയോ? പിന്നെ ഞാനതൊന്നും കാണിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഒരു ഒറ്റ ഫ്ലോർ ആയതുകൊണ്ടാ. ഈ ഫ്ലോറിൽ നിന്നുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ എനിക്കല്ലേ എന്റെ നാണക്കേട്? അത് മനസ്സിലാക്കണം കുറച്ചെങ്കിലും. പക്ഷെ എനിക്കതിൽ നല്ല ഫീലിങ്സ് ഉണ്ട്. ചിരിക്കരുത് പോവും. ഒന്നും കൂടെ ചെയ്യണോ? ഇനി ഒന്നും കൂടെ, ഒരു തവണയും കൂടെ. നല്ല നോക്കിയിടാനല്ലേ? ഇപ്പം ഇന്ന് രാവിലെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാ എന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ അപ്പുക്കുട്ടന്റെ പരിപാടിക്ക് വരണമെന്നുള്ളത്. എനിക്ക് എന്ത് മാത്രം വിഷമമായിട്ടുണ്ടെന്ന് അറിയാം അപ്പുക്കുട്ടന്റെ പരിപാടിക്ക് വരാൻ പറ്റാത്തതിൽ. കഴിഞ്ഞ പ്രാവശ്യം പോകാൻ പറ്റിയോ? ഇല്ല. ഈ പ്രാവശ്യം പോകാൻ പറ്റിയോ? ഇല്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇപ്രാവശ്യം വന്നു, അത് ഓർക്കണ്ടേ? അത് ഇങ്ങനെയായി. പക്ഷെ ഇതിപ്പോ ഇന്റർവ്യൂവിനിടയിൽ എന്തിനാ സ്റ്റെഫി ഇങ്ങനെ ഇത് ചീത്ത പറയണേ? ഇതൊന്ന് കഴിയട്ടെ, കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക്. അതെ, എന്നിട്ട് നിങ്ങൾ അത് വേറെ രീതിയിൽ അങ്ങ് ഇതാക്കിക്കോളുമല്ലോ അല്ലേ? അതും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും കിട്ടിയില്ലേ, അത് പോരെ? പക്ഷെ പെട്ടെന്ന് കരയാൻ പോണോ? പെട്ടെന്ന് ഗ്ലിസറിൻ ഒന്നും വേണ്ടേ? ഈ കോഡീഷൻ ഒരു പ്രോഗ്രാം ഇല്ലേ സാറിന്റെ ഫ്ലവേഴ്സിലുള്ള, ആണത് കുട്ടേട്ടാ നമ്മുടെ ഇത്, അത് സ്മാർട്ട് ഷോയോ? അല്ല, ശ്രീകണ്ഠൻ നാരായണങ്ങളുടെ ഒരു കോടി ഫ്ലവേഴ്സ് 1 കോടി. അതിനകത്ത് ഒരു കുട്ടാട്ടനുണ്ട്, മറ്റേ റോബോട്ട്. കുട്ടേട്ടാ ഉത്തരം എന്താണ് നിങ്ങൾ പറയുന്നത്? ഇവിടെ അവിടെ കുട്ടാട്ടനാണ്, ഇവിടെ അപ്പക്കുട്ടൻ. അപ്പക്കുട്ട ഓക്കെ അല്ലേ? ഓക്കെ. ബിഗ് ബോസിലും അങ്ങനെയാണല്ലോ, രക്ഷക്കാരനോട് നിൽക്കല്ലേ രാവിലെ. അതുപോലെ തന്നെ. അപ്പൊ എന്തായാലും വളരെ രസമായിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരുപാട് നല്ല രസമാണ് നിങ്ങളുടെ കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കാനായിട്ട്. ഭയങ്കര ഇങ്ങനെ ഈ എന്താ പറയാ, നല്ല കുസൃതിത്തരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല രസമായിട്ട് അല്ല ശരിക്കും അപ്പം അഭിനയമാണ് ഈസി, അതാണ് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് അല്ലേ? പക്ഷേ ഒരു അഭിഭാഷകനെ സംബന്ധിച്ച് ഏറ്റവും നല്ല ആക്ടറാണ്. കാരണം കറക്റ്റ് അല്ലേ? കാരണം ഞാനൊരു തെറ്റ് ചെയ്തു എന്നുള്ളത് അഭിഭാഷകനാണ്. പറഞ്ഞു, ഞാൻ പറയുന്നുണ്ട് സത്യമായിട്ട് ഞാൻ നിങ്ങളെ കൊന്നതാ, എല്ലാം നിങ്ങൾ ചോദിച്ചു, ഞാൻ എല്ലാം പറഞ്ഞു. പിന്നെ താങ്കൾ പോയിട്ട് നേരെ പ്രസന്റ് ചെയ്യുന്നവിടെ കോടതി പോയിട്ട് പറയും ചെയ്തിട്ടില്ല, മുഖത്തോക്ക് പറയാം. കാരണം ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം. അത്ര ഒരു നടനും നടിക്ക് മാത്രമേ നല്ലൊരു വക്കീലാകാൻ പറ്റത്തുള്ളൂ. അല്ല 100%. അതുകൊണ്ട് നീ കുറെ അഭിനയം പഠിക്കാനുണ്ട്. പഠിക്കണം. ഡയറക്ടറിലെ കൂടെ നിൽക്കുന്ന എല്ലാ ദിവസവും രാവിലെ എടുക്കുക, ടേക്ക് എടുക്കുക, ആക്ഷൻ എടുക്കുക, പഠിക്കുക. അയ്യോ, ഈ ഡയറക്ടർ കൂടെ അഭിനയിക്കണമെങ്കിൽ എനിക്ക് പാടാ. ആണോ? കുറെ 8 വട്ടം ചുറ്റിപ്പിക്കും, നല്ല വഴക്കം കിട്ടും. ആണല്ലേ? എന്തായിരുന്നു ഒന്ന് സെറ്റിൽ ഏറ്റവും കൂടുതൽ എത്ര തവണ എത്ര ടേക്ക് പോയി? ഒത്തിരി ടേക്ക് പോകും. ഞാൻ വിചാരിക്കും ഞാൻ ചെയ്യുന്നത് ഓക്കെയാണ് അല്ലെ, അങ്ങനെയല്ല, നമുക്ക് കുറച്ച് ചെയ്യുമ്പോൾ റിഹേഴ്സലൊക്കെ കഴിയുമ്പോൾ ഓക്കെ ആയിട്ട് ഞാൻ ഇതിൽ കൂടുതൽ എന്ത് റിയാക്ഷൻ കിട്ടാനാണ് എന്നൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്നെ കൊണ്ട് ഒരു 3-4 ചെയ്യിപ്പിക്കും. അതിനൊക്കെ അപ്പുറത്തുള്ളതാണ് എടുപ്പിക്കുക. അങ്ങനെ ഇവിടെ അഭിനയിക്കുമ്പോൾ എനിക്ക് കുറച്ച് ടഫാണ്, ഡിഫിക്കൽട്ട്. ഞാൻ എപ്പോഴും സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത്, നിങ്ങളാണെങ്കിലും സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന സംഭവം, ഒരാളെ ഇന്റർവ്യൂ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുമല്ലോ, അവരെ കുറിച്ച് പഠിക്കുമ്പോൾ അവരെ ഏത് ടൈപ്പ് വിഷയങ്ങളാണ് പറയണേ അവരെ. അപ്പോൾ അത് മാക്സിമം
പറയുന്ന ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണല്ലോ നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ റീച്ച് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുമെന്നുള്ള ബോധ്യം നമുക്ക് വേണം, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നൊരു ബോധ്യം നമുക്ക് വേണം. പക്ഷെ അവർക്കൊന്നും ആയിട്ട് ഉണ്ടാവത്തില്ല. അത് ഞാൻ എപ്പോഴും പറയുന്ന സംഭവം എന്ന് വെച്ചാൽ പൂർണ്ണ മനസ്സും ശരീരവും വിട്ടു തരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. യെസ്, അതിനൊരു കഥാപാത്രം നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു ഫ്രീ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് വിട്ടുകൊടുക്കും. അപ്പൊ അങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാരണം കുറച്ച് ഫ്രീഡം എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ആദ്യമൊക്കെ കളിക്കും കിടന്നിട്ട് സീരിയസ് ചിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള സംഭവം കാണിക്കുമ്പോൾ നല്ലത് കേൾക്കും. പിന്നെ മനസ്സിലായി 2 ചീത്ത കേട്ട് കഴിയുമ്പോൾ അവള് പഠിക്കും. അപ്പൊ പിന്നെ നല്ല രീതിയിൽ കാര്യമുള്ളൂ. എന്റെ വർക്കാണുള്ള എന്താണ് കറക്റ്റ് പേയ്മെന്റ് ചോദിക്കും അല്ലേ, ചെയ്യാനുള്ളെല്ലാം ചെയ്യും, അതൊക്കെ ചോദിക്കും. ഡയറക്ടറും ഇതൊക്കെ വീട്ടില് വേറെ പുറത്ത് എന്നല്ലേ.